ഞാൻ പുരുഷന്മാർക്ക് ഖവ്വാം എന്ന സ്ഥാനം തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ ചെറിയ അബദ്ധങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നതിനോട് ഞാൻ വിസമ്മതിക്കുന്നു. വളരെ ഒരു പരാതി പോലെയാണ് ഈ ഒരു ശ്രോതാവ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഷയോ ഇസ്ലാം പറയുന്ന ഒരു കൽപ്പനയോ ഒന്നുമല്ല. മാത്രമല്ല അതിനോട് ഇസ്ലാമിന് പൊരുത്തപ്പെടാനും സാധിക്കില്ല. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ ഉത്തരവാദിത്വവും സംരക്ഷണവും ഏൽപ്പിക്കപ്പെട്ടവരാണ് പുരുഷന്മാർ. അത് ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. സൃഷ്ടിപ്പിലും പിന്നെ സ്വഭാവത്തിലും അതേപോലെ സ്വത്ത് വിനിയോഗിക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരുടെ സൃഷ്ടിപ്പല്ല സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ജീവിത ചെലവ് നൽകുന്ന വിഷയത്തിൽ ബാധ്യത പുരുഷനാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെ ഉത്തരവാദിത്വം അത് പുരുഷനാണ് എന്നുള്ളതാണ്. സ്ത്രീകളെ നോക്കേണ്ട സംരക്ഷിക്കേണ്ട ബാധ്യത. അത് ഭാര്യയാണെങ്കിൽ മഹർ നൽകണം, താമസ സ്ഥലം ഒരുക്കണം, അതേപോലെ ജീവിത ചെലവ് നൽകണം. ഈ ചുമതലകളൊക്കെ ഏൽപ്പിക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ സ്ത്രീകളെ അടിച്ചിരുത്തുന്നവൻ, പിടിച്ചു ഒതുക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നവൻ, നിഷേധിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല. ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നുള്ളത് നമ്മുടെ ദീനിൽ പറയപ്പെട്ടൊരു വിഷയമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ അഭിപ്രായങ്ങളെ മുഖവിലക്ക് എടുത്തിട്ടില്ലേ? അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടില്ലേ? അവരുടെ അഭിപ്രായങ്ങളെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയും എന്നിട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ടില്ലേ? ഇപ്പം ഈ സ്ത്രീകളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം എന്ന അർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ തസദ്ദഖ്ന വലൗ കാന മിൻ ഹില്ലികുന്ന, ആഭരണങ്ങൾ നൽകിയെങ്കിലും നിങ്ങൾ സദക്ക വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ശബ്ദം കേൾക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീയാണ് ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ, ഈ ശപിക്കുന്ന പ്രവണത നിങ്ങളിൽ കൂടുതലാണ്, അതേപോലെ തന്നെ സൽപെരുമാറ്റങ്ങൾ, വിശേഷിച്ച ഭർത്താവിൻ്റെ സൽപെരുമാറ്റങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീയുടെ അഭിപ്രായം കേട്ട് അതിന് പ്രതികരിച്ചത് നമ്മൾ വായിക്കുകയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നിട്ടാണ് അത് പ്രകാരം പോയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയില്ല. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് നമ്മൾ മനസ്സിലാക്കണില്ലേ? എത്ര വിഷയങ്ങളാണ് ഇങ്ങനെ കാണാം. ഹുദൈബിയ സന്ധിയിൽ പിന്നെ ഉപരോധിക്കപ്പെട്ടപ്പോൾ മക്ക വെളിപാടകലെ 1400 പേരെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, ഉംറ നിർവഹിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഹുദൈബിയയിൽ 22 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് തടയപ്പെട്ടു. ഒരിക്കലും ഈ വർഷം മക്കയിൽ പ്രവേശിക്കാൻ പറ്റൂല, അടുത്ത വർഷം വന്ന് ഉംറ വീട്ടാം എന്ന് പറഞ്ഞ് ഖുറൈശികളുമായി കരാർ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൻ്റെ വേഷത്തിലുള്ള ആളുകളോട് പറയാണ്, നമുക്കിനി ഇവിടെ നിന്ന് വിരമിക്കാം, എല്ലാവരോടും മുടിയെടുത്ത് വിരമിക്കാൻ പറയാണ്.
അപ്പോൾ മുടിയെടുത്ത് വിരമിക്കാൻ ആളുകൾ കൂട്ടാക്കുന്നില്ല, 1400 പേര് കൂട്ടാക്കണില്ല. കാരണം അവർക്ക് ഒന്ന് മക്ക വെളിപാടാകലെ, ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ ഇനിയേ ഉള്ളൂ. 2 അവരോട് മദീനയിൽ നിന്ന് പറഞ്ഞത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, ഉംറ നിർവഹിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് അവർ 420 ചില്ലാനും കിലോമീറ്റർ താണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും അവർ മുടിയെടുക്കാൻ കൂട്ടാക്കണില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പിന്നെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ മഹദി ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പറയുന്നത്, റസൂലെ നിങ്ങൾ ആദ്യം ഇറങ്ങിയിട്ട് നിങ്ങളുടെ മുടിയെടുത്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളെ അനുധാവനം ചെയ്ത് അങ്ങനെ ചെയ്തോളും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് അതൊരു വലിയ ആശയമായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം ചെയ്തു. അപ്പോൾ ആളുകളെല്ലാവരും അപ്രകാരം ചെയ്തു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അഭിപ്രായം അതാണ്. അവിടെ ഇത്രയും ആളുകൾക്ക് ഒരു മാർഗദർശനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിഗണിച്ച് മുഖവിലക്കെടുത്തു. അപ്പോൾ ഈ സ്ത്രീകളുടെ സംരക്ഷണ ചുമതലയും മേൽനോട്ടവും അവർക്ക് കാവലും പുരുഷന്മാരാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീകളുടെ അഭിപ്രായങ്ങളെ അടിച്ചിരുത്തണം, ഒതുക്കണം എന്നുള്ളതല്ല ഒരിക്കലും. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം.